മടപ്പുര ശ്രീ മുത്തപ്പന്റെ സന്നിധിയിൽ പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു. ഒരുപാട് പ്ലാനിംഗ് ഒന്നുമില്ലാതെ പെട്ടെന്ന് തീരുമാനിച്ചപ്പോൾ ആ യാത്ര എളുപ്പമങ്ങ് യാഥാർത്ഥ്യമായി. ഒരുപാട് ഇറക്കങ്ങൾ ഇറങ്ങിയാണ് അമ്പലത്തിലേക്ക് നടന്നു ചെല്ലുന്നത്. നടപ്പുരയിലൂടെയുള്ള ഒരു യാത്രയുണ്ട്. ഇതിനകത്തുള്ള ഒരു ലോഡ്ജിലാണ് ഞങ്ങൾ താമസിച്ചത്. അമ്പലത്തിൻ്റെ അരികിലായിരുന്നത് കൊണ്ട് ഉച്ചയ്ക്കും ഒക്കെ വന്ന് തൊഴാനായിട്ട് സാധിച്ചു. അമ്പലത്തിൽ അത്യാവശ്യം തിരക്കുകളുള്ള ഒരു ദിവസമായിരുന്നു. അവധി ദിവസമായിരുന്നത് കൊണ്ട് മുത്തപ്പൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പോലും നായ. അതുകൊണ്ട് തന്നെ പ്രധാന കോവിലിനകത്ത് നായയുടെ 2 ശില്പവും കാണാം. പിന്നെ ഉള്ളിൽ വന്ന് മുത്തപ്പനെ കണ്ട് പ്രാർത്ഥിക്കാനും സംസാരിക്കാനും ഒക്കെയുള്ളൊരു ഭാഗ്യം കിട്ടി. തൊട്ടരികിൽ തന്നെയാണ് വളപട്ടണം നദി ഒഴുകുന്നത്. ഈ നദിയുടെ തീരത്താണ് മുത്തപ്പൻ്റെ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ചായയും വൻപയർ പുഴുങ്ങിയതും തേങ്ങാപ്പൂളും. ഇത് അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് പ്രത്യേക ഇടമുണ്ട്. ഇതുപോലെ ചായ നമുക്ക് ഇരിക്കുന്നതിനനുസരിച്ച് കൊണ്ട് ഉന്തുവണ്ടിയിൽ തന്നുകൊണ്ടേയിരിക്കും. അത്യാവശ്യം തിരക്കുകളുണ്ട്. അവിടെ ചോറൂണും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഊട്ടുപുരയിലായിരുന്നു നമ്മൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചത്. പുഴയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ക്യൂ ആയിരുന്നു നിന്നത്. ക്യൂ ഒക്കെ പെട്ടെന്ന് നീങ്ങിപ്പോകുന്നതാണ്. പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള പാത്രങ്ങൾ വെക്കുന്ന സ്റ്റാൻഡും ഒക്കെയുണ്ട്. ഇങ്ങനെ വലിയൊരു തളികയിൽ പച്ചരിച്ചോറും തുമരക്കറിയും മോരുകറിയുമാണ് അവിടുത്തെ ഇഷ്ടവിഭവം. അത് കഴിക്കാനായിട്ട് ഭക്തര് ഒത്തിരി പേര് ക്യൂ നിന്നാണ് ഈ ഊട്ടുപുരയിൽ എത്തിച്ചേരുന്നത്. വളപട്ടണം പുഴയിലൂടെ ജലഗതാഗത വകുപ്പിന്റെ പ്രത്യേക ബോട്ടൊക്കെ പോകുന്നത് കാണാം. അതിന്റെ തീരത്ത് ഇരിക്കാനായിട്ടും സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം. ശ്രീ മുത്തപ്പന്റെ സന്നിധിയിൽ എപ്പോഴും ഒരു തിരക്ക് കണ്ടിരുന്നു. പിന്നെ ഈ നായയൊക്കെ ഇങ്ങനെ ഒത്തിരി കയറി ഇറങ്ങി നടക്കുന്നത് കാണാം. ഇഷ്ടപ്പെട്ട ഒരു ജീവിയാണ് നായ. പിന്നെ കച്ചവടക്കാരും ഒക്കെ ഉണ്ട്. മുന്നിൽ ഒത്തിരി കച്ചവടക്കാരുണ്ട്. നമ്മുടെ കണ്ണിന് ഒത്തിരി കുളിർ നൽകുന്ന കമ്മലുകളും കുപ്പിവളകളും മാലകളും മുത്തപ്പൻ്റെയും മറ്റു ഭഗവാന്മാരുടെയും എല്ലാ വിഗ്രഹങ്ങളും അങ്ങനെ ഒത്തിരി നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് ഒത്തിരി നേരം നടന്ന് കാണാനായിട്ടുള്ളൊരു സന്നിധിയാണ്. ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം അടങ്ങിയ ഒരു ഫീലാണ് കിട്ടിയത്. കാരണം പ്രതീക്ഷിക്കാതെ വന്നൊരു യാത്രയിൽ പെട്ടെന്ന് തന്നെ മുത്തപ്പനെയൊക്കെ ഒന്ന് കണ്ട് തൊഴുത് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒക്കെ പറ്റി. ഒത്തിരി